എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു EV വെഹിക്കിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തായാലും വെറൈറ്റി വണ്ടി കൊണ്ടുവരണ്ടേ. അങ്ങനെ ഈ ലൈം ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ വണ്ടി ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. ദ ബ്രാൻഡ് ന്യൂ KLX 230. ഈ വണ്ടിയുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 233cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 19 Nm ടോർക്കും 19 PSI പവറും ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് ഓട്ടൊന്ന് കേട്ട് നോക്കാം. എഞ്ചിൻ സൗണ്ടാണ് ഈ വരുന്നത്. എക്സോസ്റ്റ് ഓട്ടാട്ടെ. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? നല്ലൊരു ഐക്യാച്ചി ആയിട്ടുള്ള ഡിസൈനാണ് ഈ വണ്ടി. ഇതുമായിട്ട് ഞാൻ റോഡിൽ പോയപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഇത് വെറൈറ്റി ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഈ ഡിസൈൻ കാണുമ്പോൾ ആരെങ്കിലും ഒന്ന് നോക്കും. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് ഏത് ബിഗിനേഴ്സിനും നൈസായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകാം. ഈ സിറ്റി ട്രാഫിക്കിലാണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും പക്കയായിട്ട് ബാലൻസ് ചെയ്ത് പോകാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 883 mm ആണ്. 170 ഉള്ള എനിക്ക് കുഴപ്പമില്ലാതെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഈ ഒരു രീതിക്ക് കാലുകുത്തുന്നതാണ്. ഈ വണ്ടിയുടെ ലുക്കിലേക്ക് വരുമ്പോൾ പക്ക അഡ്വഞ്ചർ സ്റ്റൈൽ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു LED ഹെഡ് ലാമ്പ് ഫ്രണ്ടിൽ കാണാം. 21 ഇഞ്ച് ടയർ സൈസ് ഉള്ള ഒരു വീലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനായിട്ട് വരുന്നത് ലോങ് ട്രാവൽ സസ്പെൻഷനാണ്. ഇത് നമ്മുടെ ഓഫ് റോഡുകൾക്കൊക്കെ വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ ഒരു ടയറും പിന്നെ ഒരു യൂണിറ്റ് ട്രാക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. ഈ വണ്ടിയുടെ സൈസിന് പറ്റിയ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റുമാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പില്ലിനെ വെച്ച് അത്ര കംഫർട്ടബിൾ ആണെന്ന് പറയത്തില്ല. ഈ വണ്ടിയുടെ പർപ്പസ് തന്നെ ഓഫ് റോഡിങ്ങും സിറ്റി ട്രാഫിക്കിലേക്കുള്ള റൈഡിങ് മാത്രമാണ്. അപ്പം കുഴപ്പമില്ല, രണ്ടുപേരെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അപ്രൈറ്റ് പൊസിഷൻ കാരണം നമുക്ക് എഴുന്നേറ്റ് നിന്നൊക്കെ ഓടിക്കാൻ വളരെ നൈസായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സ്വിച്ചസിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കിൽ സ്വിച്ചും സ്റ്റാർട്ട് സ്വിച്ചിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ABS ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് ഓഫ് റോഡിങ്ങിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്വിച്ചാണ്. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹെഡ്ലൈറ്റ്, ഡിം ആൻഡ് ബ്രൈറ്റ്, ഹോൺ സ്വിച്ചൊക്കെയാണ് വരുന്നത്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ന്യൂട്രൽ, ABSൻ്റെ ഒരു സ്വിച്ച് കാണിക്കുന്നത്, ഫ്യൂവൽ ഗേജ്, ക്ലോക്ക്, പിന്നെ കിലോമീറ്റർ, അതുപോലെയൊക്കെയാണ്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് കാണിക്കുന്നില്ല. 7.5 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ടാങ്ക് ഉള്ളതായിട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതിനകത്തിരിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടാങ്കാണ്. ഈ വണ്ടിയിലുള്ള പോസ്റ്ററൊക്കെ വളരെ നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി എങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ പക്ക ഒരു ഓഫ് റോഡർ നോക്കുന്ന ഒരു ലൈറ്റ് വെയിറ്റ് വണ്ടി വേണ്ടവർക്ക് ഇത് പക്ക യൂസ്ഫുൾ ആണ്. പിന്നെ കൂടാതെ സിറ്റി റൈഡിനൊക്കെ നൈസ് വണ്ടിയാണിത്. പിന്നെ ഈ വണ്ടിയുടെ പ്രൈസ് ഏകദേശം വരുന്നത് 2.7 to 2.8 ലാക്ക് ആയിരുന്നു ഈ വണ്ടി വാങ്ങിയപ്പോഴുള്ള ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ദിസ് ഈസ് മീ വിശാഖ് സിയാർ. ഇനി മറ്റൊരു വണ്ടിയുമായിട്ട് കാണുന്നവരേക്കും ബൈ.